പെർമ്യൂട്ടേഷൻ ആൻഡ് പെർമ്യൂട്ടേഷൻ ഗ്രൂപ്പ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലത്തെ നമ്മുടെ അടുത്ത സെക്ഷനാണ് ഓർബിറ്റ് സൈക്കിൾസ് ആൻഡ് ആൾട്ടർനേറ്റിംഗ് ഗ്രൂപ്പ്സ്. അപ്പോൾ ആദ്യം ഒരു ഡെഫിനിഷൻ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ. ലെറ്റ് സിഗ്മ ബി എ പെർമ്യൂട്ടേഷൻ ഓൺ എ, ദെൻ സിഗ്മ ഡിഫൈൻസ് എൻ ഇക്വലൻസ് റിലേഷൻ ടിൽഡ ഓൺ എ ആസ് ബിലോ. A tilde B if and only if B equal to sigma raised to n of A for some n belongs to Z. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ എന്ത് പറയുന്നത്, സിഗ്മ ഒരു ഇക്വലൻസ് റിലേഷൻ ഡിഫൈൻ ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. നമുക്കതൊന്ന് വെരിഫൈ ചെയ്ത് നോക്കാം, അതായത് ഈ റിലേഷൻ ഇക്വലൻസ് റിലേഷൻ ആണോ. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ആദ്യം എ റിലേറ്റഡ് ടു വരുന്നത് സിഗ്മ എന്ന് പറയുന്നത് ടിൽഡ എന്ന് പറയുന്നത് റിഫ്ലെക്സീവ് ആണ് എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എടുക്കുന്ന പെർമ്യൂട്ടേഷൻ ഐഡൻറ്റിറ്റി പെർമ്യൂട്ടേഷനാണ്. ഇപ്പോൾ ഞാൻ എ ബി സി 3 എലമെൻറ്റ്സ് വെച്ചിട്ട് എടുക്കുകയാണ്. എ റിലേറ്റഡ് ടു എ, ബി റിലേറ്റഡ് ടു ബി ആൻഡ് സി റിലേറ്റഡ് ടു സി. ഇതാണ് ഐഡൻറ്റിറ്റി പെർമ്യൂട്ടേഷൻ. ഈ ഐഡൻറ്റിറ്റി പെർമ്യൂട്ടേഷൻ്റെ ഡെഫിനിഷൻ പ്രകാരം എ എന്ന് പറയുന്ന എല്ലാ എലമെൻറ്റും അതുമായിട്ട് റിലേറ്റഡ് ആണ്. ദാറ്റ് ഈസ് എ ക്യാൻ ബി റിട്ടേൺ ആസ് സിഗ്മ റേസ് ടു 0 ഓഫ് എ. ഇവിടെ സിഗ്മ റേസ് ടു 0 എന്ന് പറയുന്നത് ഐഡൻറ്റിറ്റിയാണ്. ഐഡൻറ്റിറ്റി പെർമ്യൂട്ടേഷൻ പ്രകാരം നമുക്ക് എന്ത് പറയാൻ പറ്റും, എ റിലേറ്റഡ് ടു എ ആണ്. ദാറ്റ് ഈസ് എ ടിൽഡ എ. ഏതൊരു എലമെൻ്റ് എടുത്ത് എ റിലേറ്റഡ് ടു എ ആണ്, ബി റിലേറ്റഡ് ടു ബി ആണ്, സി റിലേറ്റഡ് ടു സി ആണ്. അതുകൊണ്ട് എ ടിൽഡ എ ആണ്. ഫോർ എ എന്ന് പറയുന്നത് സിഗ്മ റേസ് ടു 0 ഓഫ് എ, ദാറ്റ് ഈസ് എ ടിൽഡ എ. ദാറ്റ് ഇംപ്ലൈസ് ടിൽഡ ഈസ് റിഫ്ലെക്സീവ്. ഇനി നമ്മൾ സിമെട്രിക് പ്രോപ്പർട്ടി ആണ് എടുക്കുന്നത്. അപ്പോൾ നമ്മളൊരു പെർമ്യൂട്ടേഷൻ എടുക്കുകയാണ്. അതിൽ നിന്ന് നമ്മൾ എടുത്തു ലെറ്റ് എ റിലേറ്റഡ് ടു ബി, എ ടിൽഡ ബി, അതായത് എയും ബിയും തമ്മിലാണ് കണക്ഷൻ. അപ്പോൾ ഇവിടെ ബാക്കി എലമെൻറ്റ്സ് ഉണ്ട്, അതെന്തോ ആയിക്കോട്ടെ. സി എ, ഞാനിങ്ങനെ ഒരു പെർമ്യൂട്ടേഷൻ എടുക്കുകയാണ്. ഇവിടെ ഫസ്റ്റ് എടുത്തത് എ ടിൽഡ ബി. അപ്പോൾ എ ടിൽഡ ബി ആണെങ്കിൽ നമുക്ക് ബീനെ എങ്ങനെ എഴുതാം, ബി ഈക്വൽ ടു സിഗ്മ റേസ് ടു എൻ ഓഫ് എ ഫോർ സം എൻ ഇൻ സെറ്റ്. ഇനി നമുക്ക് കിട്ടേണ്ടത് ബി ടിൽഡ എ ആണ്. അങ്ങനെയാണെങ്കിൽ നോക്കുക, ഇതിൻ്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ ഏത് രീതിയിലാണ് ഡിഫൈൻ ചെയ്യുന്നത്, എ ബി സി. ഇവിടെ എ സിയിലേക്കാണ് നമ്മൾ താഴ്ന്ന സ്റ്റാർട്ട് ചെയ്യുക, ബി എയിലേക്കാണ് പോകുന്നത് ആൻഡ് സി ബിയിലേക്ക്. ഇവിടെ നോക്കുക, ഇവിടെ ഓൾറെഡി എ റിലേറ്റഡ് ടു ബി ആണ്. അപ്പോൾ അതിൻ്റെ ഇൻവേഴ്സ് എടുത്തപ്പോൾ ബി ഏതിലേക്കാണ് മാപ്പ് ചെയ്യുന്നത്, എയിലേക്ക്. ദാറ്റ് ഈസ് ബി റിലേറ്റഡ് ടു എ. ദാറ്റ് ഈസ് അതിൻ്റെ ഇൻവേഴ്സ് എടുത്താൽ സിഗ്മ റേസ് ടു എൻ ഓഫ് എ എന്ന് പറയുന്നതിൻ്റെ സിഗ്മ റേസ് ടു എന്നിൻ്റെ ഇൻവേഴ്സ് എടുത്താൽ നമ്മൾക്ക് എന്ത് കിട്ടും, സിഗ്മ റേസ് ടു മൈനസ് എൻ ഓഫ് ബി എന്ന് പറയുന്നത് എവിടത്തേക്കാണ് പോകുന്നത്, എയിലേക്ക്. അതായത് എയും ബിയും അവിടെ റിലേറ്റഡ് ആണ്. ദാറ്റ് ഈസ് നമ്മൾക്ക് എന്ത് പറയാൻ പറ്റും, ഡെഫിനിഷൻ പ്രകാരം ബി ടിൽഡ എ. ബി ടിൽഡ എ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി, റിലേഷൻ എന്താണ്, സിമെട്രിക് ആണ്. അപ്പോൾ റിഫ്ലെക്സീവ് ആണ്, സിമെട്രിക് ആണ്. ഇനി ട്രാൻസിറ്റിവിറ്റി ചെക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ എന്തെടുക്കുന്നത്, ലെറ്റ് എ ടിൽഡ ബി ആൻഡ് ബി ടിൽഡ സി. എ ടിൽഡ ബി ആണെങ്കിൽ ബിയും എയും തമ്മിൽ റിലേറ്റഡ് ആയിരിക്കും. ദാറ്റ് ഈസ് ബി ക്യാൻ ബി റിട്ടേൺ ആസ് സിഗ്മ റേസ് ടു എൻ ഓഫ് എ ആൻഡ് സി ക്യാൻ ബി റിട്ടേൺ ആസ് സിഗ്മ റേസ് ടു എം ഓഫ് ബി. ഇനി നമ്മൾക്ക് എയും സിയും തമ്മിൽ റിലേറ്റഡ് ആണോ നോക്കണം. അപ്പോൾ ഇവിടെ സി എന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. സി നമ്മൾ എഴുതുന്നത് സിഗ്മ റേസ് ടു എം ഓഫ് ബി ആണ്. ഇനി ബി എന്ന് പറയുന്നത് സിഗ്മ റേസ് ടു എൻ ഓഫ് എ ആണ്. ഇതിൽ നമുക്ക് എന്ത് കിട്ടും, സിഗ്മ റേസ് ടു എം പ്ലസ് എൻ ഓഫ് എ. അതായത് സീനെ നമ്മൾക്ക് ഏത് രീതിയിൽ എഴുതാൻ പറ്റി, ഡെഫിനിഷൻ ഈ രീതിയിൽ ഡിഫൈൻ ചെയ്ത രീതിയിൽ തന്നെ എഴുതാൻ പറ്റി. ദാറ്റ് ഈസ് സിയും എയും തമ്മിൽ റിലേറ്റഡ് ആണ്. ദാറ്റ് ഈസ് എ ടിൽഡ സി. അപ്പോൾ എ ടിൽഡ ബി, ബി ടിൽഡ സി ഇംപ്ലൈസ് എ ടിൽഡ സി ആണ്. ദെർഫോർ ടിൽഡ ഈസ് ട്രാൻസിറ്റീവ്. അതുകൊണ്ട് തന്നെ ടിൽഡ എന്ന് പറയുന്നത് ഒരു ഇക്വലൻസ് റിലേഷൻ ആണ്. അതായത് സിഗ്മ ഒരു ഇക്വലൻസ് റിലേഷൻ ഏതൊരു എയിൽ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഒരു റിമാർക്കാണ്, ലെറ്റ് എ ബിലോങ്സ് ടു എ, ദെൻ ദ ഇക്വലന്റ് ക്ലാസ് ഓഫ് എ ഈസ് ഡിനോട്ടഡ് ബൈ square bracket a and is defined as collection of all those elements such that x related to a. എയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ എലമെൻസിൻ്റെയും കളക്ഷനെയാണ് നമ്മൾ ഈ രീതിയിൽ ഡിഫൈൻ ചെയ്യുന്നത്, ഡിനോട്ട് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള നൊട്ടേഷനെയാണ് നമ്മൾ ഓർബിറ്റ് എന്ന് വിളിക്കുന്നത്. അതാണ് താഴെ കൊടുത്ത ഡെഫിനിഷൻ. സിഗ്മ ബി എ പെർമ്യൂട്ടേഷൻ ഓൺ എ സെറ്റ് എ, ദ ഇക്വലന്റ് ക്ലാസ് ഇൻ എ ഡിറ്റർമൈൻഡ് ബൈ ഇക്വലൻസ് റിലേഷൻ ടിൽഡ ഡിഫൈൻഡ് എബോ ആർ കോൾഡ് ഓർബിറ്റ്സ് ഓഫ് സിഗ്മ. ഇതിനെയാണ് ഓരോ ഓർബിറ്റ്സ് എന്ന് പറയുന്നത്. ഇവിടെ ഓർബിറ്റ് കണ്ടെയ്നിങ് എ എന്ന് പറയുന്നതാണ് ഈ ഡെഫിനിഷൻ. അത് നമുക്കൊന്ന് എക്സാമ്പിൾ വെച്ച് വെരിഫൈ ചെയ്ത് നോക്കാം. ഇവിടെ ഒരു പെർമ്യൂട്ടേഷൻ തന്നിട്ടുണ്ട്. ഇവിടെ പെർമ്യൂട്ടേഷൻ തന്നത് 1 2 3 4 5 6 7 8. 1 മാപ്പ് ടു 3, 2 മാപ്പ് ടു 8, 3 മാപ്പ് ടു 6, 4 മാപ്പ് ടു 7, 5 മാപ്പ് ടു 4, 6 മാപ്പ് ടു 1, 7 മാപ്പ് ടു 5 ആൻഡ് 8 മാപ്പ് ടു 2.
ഇനി ഇവിടെ നമ്മൾക്ക് ഓരോ ഓർബിറ്റ് കണ്ട് നോക്കാം. ഇവിടെ ഓർബിറ്റ് കണ്ടെയ്നിങ് 1 എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഡിഫൈൻ ചെയ്തത് പ്രകാരം നമുക്ക് എങ്ങനെയാണ് കളക്ഷൻ ഓഫ് ഓൾ എലമെൻറ്റ്സ് ദാറ്റ് ഈസ് റിലേറ്റഡ് ടു 1, ഒന്നുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ എലമെൻറ്റ്സും. അപ്പോൾ നമ്മൾ 1 സ്റ്റാർട്ട് ചെയ്തു, 1 ഇവിടെ പോകുന്നത് 3ലേക്കാണ്. അപ്പോൾ 1, 3 തമ്മിൽ റിലേഷൻ ഉണ്ട്. ഇനി സിമെട്രിക് റിലേഷൻ നോക്കാം. ഇവിടെ 3 എവിടത്തേക്കാണ് പോകുന്നത്? 6ലേക്കാണ്. അപ്പോൾ 1 3ലേക്ക് പോയി, 3 6ലേക്ക് പോയി. അപ്പോൾ 3 6 റിലേറ്റഡ് ആണ്. അപ്പോൾ 1 3 റിലേറ്റഡ് ആണ്, 3 6 റിലേറ്റഡ് ആണ്. ഇനി നോക്കുക, 6 വീണ്ടും 1ലേക്ക് വന്നു. അപ്പോൾ ഈ ഓർബിറ്റ് ഫിനിഷായി. 1 സ്റ്റാർട്ട് ചെയ്ത് 1 തന്നെ അവസാനിച്ചു. ഇനി ഓർബിറ്റ് കണ്ടെയ്നിങ് 2 ചെക്ക് ചെയ്ത് നോക്കാം. ഓർബിറ്റ് കണ്ടെയ്നിങ് 2 എന്ന് പറഞ്ഞാൽ 2ൽ സ്റ്റാർട്ട് ചെയ്തു, 2 8ലേക്കാണ് പോകുന്നത്. ഇനി നോക്കുക, 8 എന്ന് പറയുന്ന എലമെൻറ്റ് വീണ്ടും 2ലേക്ക് തന്നെ. അപ്പോൾ ആ ഓർബിറ്റ് കംപ്ലീറ്റ് ആയി. ഇനി ഓർബിറ്റ് കണ്ടെയ്നിങ് 4 എന്ന് പറയുന്നത് ബാലൻസ് ഉള്ളത് 4 ആണ്. ഇനി 4ൽ സ്റ്റാർട്ട് ചെയ്തു, 4 മാപ്പ് ചെയ്യുന്നത് 7ലേക്കാണ്. ഇനി 7 മാപ്പ് ചെയ്യുന്നത് 5ലേക്കാണ്. ദെൻ 5 മാപ്പ് ചെയ്യുന്നത് വീണ്ടും 4ലേക്ക്. അപ്പോൾ ഈ ഓർബിറ്റും കംപ്ലീറ്റ് ആയി. അപ്പോൾ ഇത് മൂന്നുമാണ് ഈ പെർമ്യൂട്ടേഷൻ്റെ ഓർബിറ്റ്സ്. ഓർബിറ്റ് കണ്ടെയ്നിങ് 1, ഓർബിറ്റ് കണ്ടെയ്നിങ് 2 ആൻഡ് ഓർബിറ്റ് കണ്ടെയ്നിങ് 4. അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് ഈ പെർമ്യൂട്ടേഷൻ അല്ലെങ്കിൽ ഇതിനെ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? എ എന്ന് പറയുന്ന സെറ്റിന് ഇതിൻ്റെ ഈക്വലൻറ്റ് ക്ലാസ് വെച്ച് പാർട്ടീഷൻ ചെയ്യാൻ പറ്റും. അതായത് ഇവിടെ ഓർബിറ്റ് കണ്ടെയ്നിങ് 1 ആണിത്, അതിൽ 1 3 6, അപ്പോൾ മൊത്തം 8 എലമെൻറ്റ്സ് ഉണ്ടല്ലോ. അപ്പോൾ ഇതൊരു സെറ്റ്. ദെൻ ഓർബിറ്റ് കണ്ടെയ്നിങ് 2 ആണ്, 2 മേറ്റും, ആൻഡ് ഓർബിറ്റ് കണ്ടെയ്നിങ് 4ലേത്തെ മെമ്പേഴ്സാണ് 4 7 5. അപ്പോൾ ഈ രീതിയിൽ നമ്മൾക്ക് അതിനെ പാർട്ടീഷൻ ചെയ്യാൻ പറ്റും. ഇതാണ് പറയുന്നത്. ഇനി നെക്സ്റ്റ് ഡെഫിനിഷൻ പറയുന്നത് എ പെർമ്യൂട്ടേഷൻ ഈസ് കോൾഡ് എ സൈക്കിൾ ഇഫ് ഇറ്റ് ഹാസ് അറ്റ്മോസ്റ്റ് 1 ഓർബിറ്റ് കണ്ടെയ്നിങ് മോർ ദാൻ 1 എലമെൻറ്റ്. ആ പെർമ്യൂട്ടേഷനെ സൈക്കിൾ എന്ന് വിളിക്കണമെങ്കിൽ അതിൻ്റെ ഓരോ ഓർബിറ്റിലെങ്കിലും ഒന്നിൽ കൂടുതൽ എലമെൻറ്റ്സ് ഉണ്ടായിരിക്കണം. ഇപ്പോൾ തൊട്ട് മുന്നത്തെ എക്സാമ്പിൾ നോക്കി, ഇവിടെ 3 ഓർബിറ്റിലും ഒന്നിൽ കൂടുതൽ എലമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇത് 3ന് നമ്മൾക്ക് എന്താണ് പറയുക, ഈ പെർമ്യൂട്ടേഷനെ സൈക്കിൾ നൊട്ടേഷനിലേക്ക് എഴുതാൻ പറ്റും. ഇനി ലെങ്ത് ഓഫ് എ സൈക്കിൾ ഈസ് ദ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ ഇറ്റ്സ് ലാർജസ്റ്റ് ഓർബിറ്റ്. അപ്പോൾ ഒരു സൈക്കിളിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് അതിൻ്റെ ലാർജസ്റ്റ് ഓർബിറ്റിലെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ആണ്. ഇവിടെ നോക്കാം, 2 ഓർബിറ്റിൽ 3 എലമെൻറ്റ്സ് ഉണ്ട്. ഇതാണ് ലാർജസ്റ്റ് ഓർബിറ്റ്, ഓർബിറ്റ് കണ്ടെയ്നിങ് 3 എലമെൻറ്റ്സ്. അപ്പോൾ ഇതിൻ്റെ സൈക്കിളിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 3 ആണ്. ദെൻ എ സൈക്കിൾ ഓഫ് ലെങ്ത് 2 ഈസ് കോൾഡ് ട്രാൻസ്പോസിഷൻ. 2 എലമെൻറ്റ്സ് ഉള്ള, അത് ലെങ്ത് 2 ആയിട്ടുള്ള സൈക്കിളിന് ട്രാൻസ്പോസിഷൻ എന്ന് പറയും. ഇവിടെ ഓർബിറ്റ് കണ്ടെയ്നിങ് 2ൽ 2 മെമ്പേഴ്സാണ്, ഇതിനെ നമ്മൾ ട്രാൻസ്പോസിഷൻ എന്ന് പറയും. 2 എലമെൻറ്റ്സ് ആണ് ഈ സൈക്കിളിലുള്ളത്. അങ്ങനെയുള്ള സൈക്കിൾസിനെയാണ് നമ്മൾ ട്രാൻസ്പോസിഷൻ എന്ന് വിളിക്കുന്നത്. ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്ത് നോക്കാം. ഫൈൻഡ് ദ ഓർബിറ്റ് ഓഫ് ദ ഗിവൺ പെർമ്യൂട്ടേഷൻ ആൻഡ് റെപ്രസെൻറ്റ് ദ പെർമ്യൂട്ടേഷൻ ആസ് പ്രോഡക്റ്റ് ഓഫ് സൈക്കിൾ. അപ്പോൾ ഓർബിറ്റ് മാത്രം കണ്ടുപിടിച്ചാൽ പോരാ, എന്നിട്ട് അതിനുശേഷം ഈ പെർമ്യൂട്ടേഷനെ സൈക്കിൾ നൊട്ടേഷനിലേക്ക് മാറ്റണം. അപ്പോൾ ഒന്നാമത്തെ പെർമ്യൂട്ടേഷൻ എടുത്ത് ഞാൻ ഓർബിറ്റ് കണ്ടെയ്നിങ് 1 കണ്ടുപിടിക്കുകയാണ്. ഓർബിറ്റ് കണ്ടെയ്നിങ് 1 എന്ന് പറഞ്ഞാൽ 1 5ലേക്ക് പോയി. സോ 1 5, ദെൻ 5 4ലേക്ക് വന്നു, 5 4 റിലേറ്റഡ് ആണ്. ദെൻ 4 6ലേക്കാണ് മാപ്പ് ചെയ്യുന്നത്. ദെൻ 6 2ലേക്കാണ്. ദെൻ 2 മാപ്പ് ടു 1. അപ്പോൾ ആ ഓർബിറ്റ് കംപ്ലീറ്റ് ആയി. ദെൻ ഓർബിറ്റ് കണ്ടെയ്നിങ് ഇനി 3 ആണുള്ളത്. 3 എന്ന് പറയുന്നത് 3 മാപ്പ് ടു 3 ആണ്. അപ്പോൾ 3 ഓർബിറ്റ് കണ്ടെയ്നിങ് 3ൽ 3 മാത്രമേ ഉള്ളൂ. ദെൻ ഫൈനലി ഓർബിറ്റ് കണ്ടെയ്നിങ് 7 മാപ്പ് ചെയ്യുന്നത് 8ലേക്കാണ്, 8 വീണ്ടും 7ലേക്ക്. അപ്പോൾ ആ ഓർബിറ്റും കംപ്ലീറ്റ് ആയി. അപ്പോൾ 3 ഓർബിറ്റാണുള്ളത്. ഓർബിറ്റ് കണ്ടെയ്നിങ് 1, ഓർബിറ്റ് കണ്ടെയ്നിങ് 3, ഓർബിറ്റ് കണ്ടെയ്നിങ് 7. അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് ഈ പെർമ്യൂട്ടേഷനെ സൈക്ലിക് നൊട്ടേഷനിൽ എങ്ങനെ എഴുതുന്നത് വെച്ചാൽ ഓപ്പൺ ബ്രാക്കറ്റ് വെച്ചിട്ട് ഈ ഓർബിറ്റിലെ എലമെൻറ്റ്സ്, ഓർബിറ്റ് കണ്ടെയ്നിങ് 1ലെ മെമ്പേഴ്സ് ആരൊക്കെയാണ്? 1 5 4 6 2. ഇത് സൈക്കിൾ നൊട്ടേഷനാണ്. രണ്ടാമത്തേത് 3 ആണ്, പക്ഷെ നമ്മൾ 3 എഴുതില്ല, കാരണം ഓർബിറ്റിൽ ഒരു മെമ്പർ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ ഇതങ്ങ് ഒഴിവാക്കുകയാണ്. ഇനി ബാലൻസ് ഉള്ളത് 7ഉം 8ഉം. അപ്പോൾ ഈ മൊത്തം പെർമ്യൂട്ടേഷന്, ഇത്ര വലിയ പെർമ്യൂട്ടേഷന് ഈ രീതിയിൽ സിംപ്ലിഫൈ ചെയ്ത് എഴുതാൻ പറ്റും. ഇതാണ് സൈക്ലിക് നൊട്ടേഷൻ എന്ന് പറയുന്നത്. നമ്മളെന്താ പറയുക, ഈ പെർമ്യൂട്ടേഷന് ഓരോ സൈക്കിളിൻ്റെ ഫോമിൽ, ഒന്നാമത്തെ സൈക്കിൾ എന്ന് പറയുന്നത് ഓർബിറ്റ് കണ്ടെയ്നിങ് 1 റിലേറ്റഡ് ആണ്.
രണ്ടാമത്തേത് ഓർബിറ്റ് കണ്ടെയ്നിങ് 7 ആയിട്ട്. അപ്പോൾ ഓപ്പൺ ബ്രാക്കറ്റ് വെച്ചിട്ടാണ് എഴുതുന്നത്. അതുപോലെ രണ്ടാമത്തേത് നമുക്ക് കാണാൻ പറ്റും. രണ്ടാമത്തേതിൻ്റെ ഓർബിറ്റ് കണ്ടെയ്നിങ് 1 എന്ന് പറയുന്നത് സെറ്റ് 1 മാത്രമാണ്. അപ്പോൾ ഞാനിവിടെ ഡയറക്റ്റ് സൈക്കിൾ എഴുതാൻ പോവാണ്. അപ്പോൾ ഓർബിറ്റ് കണ്ടെയ്നിങ് 1 നമ്മളിവിടെ എഴുതുന്നില്ല, കാരണം അതിലൊരു മെമ്പറാണ്. ഓർബിറ്റ് കണ്ടെയ്നിങ് 2 വെച്ച് എഴുതിയാൽ 2 എന്ന് സ്റ്റാർട്ട് ചെയ്ത് 3ലേക്ക്, 3 വീണ്ടും 2ലേക്ക്. അപ്പോൾ അതൊരു സൈക്കിൾ. നെക്സ്റ്റ് 4 മാപ്പ് ടു 5, 5 പോകുന്നത് 6ലേക്കാണ്, ആൻഡ് 6 പോകുന്നത് 7ലേക്കാണ്, 7 പോകുന്നത് 4ലേക്ക്. അപ്പോൾ ആ ഓർബിറ്റ് കംപ്ലീറ്റ് ചെയ്തതാണ് ഇതാണ് അതിൻ്റെ സൈക്ലിക് നൊട്ടേഷൻ. ഇനി 8ലേക്ക് തന്നെയാണ്. അപ്പോൾ അത് നമ്മളിവിടെ എഴുതുന്നില്ല. അപ്പോൾ എഴുതാത്ത നമ്പർ ഇവിടെ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് വിചാരിക്കേണ്ടത്? ആ എലമെൻ്റ് അതിലേക്ക് തന്നെയാണ് മാപ്പ് ചെയ്യുന്നത്. ഇവിടെ 1 ഇല്ല. അങ്ങനെയാണെങ്കിൽ ഈ സൈക്കിൾ നൊട്ടേഷനിൽ 1 ഇല്ലാത്തതുകൊണ്ട് 1 1ലേക്ക് തന്നെയാണ്. 8 ഇല്ല, അതുകൊണ്ട് 8 8ലേക്ക് തന്നെയാണ് മാപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ സൈക്ലിക് നൊട്ടേഷൻ. ഇനി മൂന്നാമത്തതിൻ്റെ 1 മാപ്പ് ടു 4, then 4 map to 7, 7 map to 5, then 5 map to 3, 3 map to 6, and 6 map to 1. അവിടെ കംപ്ലീറ്റ് ആയി. ഇനി രണ്ടാമത്തെ സൈക്കിൾ എന്ന് പറയുന്നത് 2 map to 8. ഇതാണ് അതിൻ്റെ സൈക്ലിക് റെപ്രസെൻറ്റേഷൻ. അപ്പോൾ ഈ രീതിയിലാണ് നമ്മളൊരു പെർമ്യൂട്ടേഷനെ സൈക്ലിക് ഫോമിലേക്ക് മാറ്റുന്നത്, സൈക്കിൾ നൊട്ടേഷനിലേക്ക് മാറ്റുന്നത്. ഇനി ഇതുപോലെ സൈക്കിൾ നൊട്ടേഷൻ തന്നാൽ പെർമ്യൂട്ടേഷനിലേക്ക് മാറ്റാൻ പറ്റും. അതാണ് അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത്. ഈ 8 എലമെൻറ്റ്സ് ഉള്ള S8ലേത്തെ ഒരു സൈക്കിൾ റെപ്രസെൻറ്റേഷനാണ് തന്നത്. ഇതിനെ പെർമ്യൂട്ടേഷൻ്റെ ഫോമിലേക്ക് മാറ്റണം. അപ്പോൾ 2 മെത്തേഡാണുള്ളത്. അപ്പോൾ അതിലൊരു മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ മൊത്തം ഓരോ സൈക്കിളിനെയും ഓരോ പെർമ്യൂട്ടേഷനാക്കി എഴുതും. ഒന്നാമത്തേത് വെച്ചാൽ നമ്മളെന്താ 1 മുതൽ 8 വരെ 1 2 3 4 5 6 7 8 ഇത് ഒന്നാമത്തതിൻ്റെയാണ്. ഇവിടെ തന്നത് 1 4ലേക്കാണ് പോകുന്നത്, 4 5ലേക്കാണ് പോകുന്നത്, ഇനി 5 1ലേക്ക്. ബാക്കി എല്ലാ എലമെൻറ്റ്സും അതിലേക്ക് തന്നെ, ബാക്കി എലമെൻറ്റ്സ് അതിലില്ല. ഇനി അടുത്ത പെർമ്യൂട്ടേഷൻ അതുപോലെ എടുക്കുകയാണ്. 1 2 3 4 5 6 7 8. ഇവിടെ 7 8ലേക്കാണ് പോകുന്നത്, ദെൻ 8 വീണ്ടും 7ലേക്ക്. ബാക്കി എല്ലാ എലമെൻറ്റ്സും അതിലേക്ക് തന്നെ. ഇനി മൂന്നാമത്തെ സൈക്കിൾ എടുക്കുകയാണ്. ഇവിടെ 1 2 3 4 5 6 7 8. ഇവിടെ 2 5ലേക്കാണ് പോകുന്നത്, ആൻഡ് 5 7ലേക്കാണ് പോകുന്നത്, 7 2ലേക്കാണ് പോകുന്നത്. ബാക്കി എല്ലാ എലമെൻറ്റ്സും അതിലേക്ക് തന്നെ. ഇനി നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ, കോമ്പോസിഷൻ ചെയ്യുന്നത് പോലെ നമ്മൾ റൈറ്റ് സൈഡിൽ നിന്ന് തുടങ്ങും. റൈറ്റ് സൈഡ് 1 സ്റ്റാർട്ട് ചെയ്തു. ഇനി 1 ഏതിലേക്കാണ് പോകുന്നത് നോക്കുക. ഇവിടെ 1 1ലേക്കാണ്, ഈ 1 പോകുന്നത് 1ലേക്കാണ്, ഈ 1 പോകുന്നത് 4ലേക്ക്. അപ്പോൾ 1 മാപ്പ് ടു 4. ഇനി ഇവിടെ 2 സ്റ്റാർട്ട് ചെയ്തു, 2 5ലേക്ക് പോയി, ഇവിടെ 5 5ലേക്ക് പോയി. അപ്പോൾ ഇവിടുന്ന് നേരെ ഈ 5 5ലേക്ക് പോയി, ഇനി താഴത്തെ 5 ഇവിടെ 1ലേക്ക് വന്നു. സോ 2 മാപ്പ് ടു 1. ഇനി ഇവിടെ 3 3ലേക്കാണ്, ഇവിടെയും 3 3ലേക്കാണ്, ഇവിടെയും 3 3ലേക്കാണ്. അപ്പോൾ 3 മാപ്പ് ടു 3. ഇനി 4 4ലേക്കാണ് വന്നത്, ഇനി താഴത്തെ 4 എന്ന് പറയുമ്പോൾ ഇവിടെ 4 4ലേക്ക് തന്നെയാണ്. ഇനി ഈ താഴത്തെ 4 ഇപ്പുറം 4 5ലേക്കാണ്. സോ 4 മാപ്പ് ടു 5. ഇനി 5 പോകുന്നത് 7ലേക്കാണ്, 7 ഇവിടെ പോകുന്നത് 8ലേക്കാണ്, ഇനി 8 ഇവിടെ പോകുന്നത് 8ലേക്കാണ്. സോ 8 5 മാപ്പ് ചെയ്യുന്നത് 8ലേക്ക്. ഇനി 6 6ലേക്കാണ്, ഇവിടെയും 6 താഴത്തെ 6 6ലേക്കാണ് പോകുന്നത്, ഇവിടെയും 6 6ലേക്കാണ്. സോ 6 6ലേക്ക് തന്നെ. ഇനി ഇവിടെ 7 2ലേക്കാണ്, 2 2ലേക്കാണ്, ഇവിടെയും 2 2ലേക്കാണ്. അപ്പോൾ 7 2ലേക്കാണ്. ഇനി ബാലൻസ് വരുന്നത് ഏത് നമ്പറാണോ ഒന്നുകിൽ നോക്കുക, അല്ലെങ്കിൽ കണ്ടുപിടിക്കുക. 8 8ലേക്കാണ്, 8 7ലേക്കാണ്, 7 7ലേക്കാണ്. സോ 8 മാപ്പ് ചെയ്യുന്നത് 7ലേക്കാണ്. അപ്പോൾ ഈ രീതിയിലാണ് നമുക്ക് ഒന്നുകിൽ ഈ രീതിയിൽ കണ്ടുപിടിക്കാം. ഇതാണ് ഒന്നാമത്തെ സൈക്കിൾ റെപ്രസെൻറ്റേഷനിലുള്ള
അതിൻ്റെ പെർമ്യൂട്ടേഷൻ. ഇതാണ് അതിൻ്റെ പെർമ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. ഇതല്ലെങ്കിൽ നമ്മൾക്ക് ഏത് രീതിയിൽ മറ്റൊരു രീതിയിൽ കണ്ടുപിടിക്കാൻ പറ്റും. ഈ ഇത്രയും ലെങ്തായിട്ട് പെർമ്യൂട്ടേഷൻ എഴുതാതെ ഈ സൈക്കിൾ റെപ്രസെൻറ്റേഷൻ തന്നെ നമ്മൾക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? പെർമ്യൂട്ടേഷൻ കണ്ടുപിടിക്കാൻ പറ്റും. 3, 4, 5, 6, 7, 8. നമ്മൾ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും? എപ്പോഴും റൈറ്റ് സൈഡിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക. ഇവിടെ 1 ഉണ്ടോ നോക്കുക, ഇല്ല. ഇവിടെയും 1 ഇല്ല, ഇവിടെ 1 ഉണ്ട്. ഇവിടുത്തെ 1 മാപ്പ് ചെയ്യുന്നത് 4ലേക്കാണ്. സോ 1 മാപ്പ് ടു 4. അത് കംപ്ലീറ്റ് ആയി. 1ൻ്റെ കേസ് ആയി. ഇനി നോക്കുക 2 നോക്കുക. 2 ഇവിടെ നോക്കുന്നു, 2 ഇവിടെ ഉണ്ട്, 2 ഇവിടെ 5ലേക്കാണ് പോകുന്നത്. ഇനി ഈ 5 ഇവിടെ ഇല്ല, ഇവിടെ ഈ 5 1ലേക്ക്. അപ്പം 2 നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. 2 5ലേക്ക് പോയി, 5 1ലേക്ക് പോയി. സോ 2 മാപ്പ് ടു 1. 2 1ലേക്കാണ് മാപ്പ് ചെയ്യുന്നത്. ഇനി ഇവിടെ 3 ഇല്ല, ഇവിടെയും 3 ഇല്ല, ഇവിടെയും 3 ഇല്ല. സോ 3 3ലേക്ക് തന്നെ. ഇവിടെ 4 ഇല്ല, ഇവിടെയും 4 ഇല്ല, ഇവിടെ 4 5ലേക്കാണ് പോകുന്നത്. സോ 4 5ലേക്ക് പോയി. ഇനി ഇവിടെ നോക്കുക 5ആണ് എടുത്തത്. 5 ഇവിടെ 7ലേക്ക് പോകുന്നുണ്ട്. ഇനി നോക്കുക ഇപ്പുറത്ത് 7 ഉണ്ടോ നോക്കുക. 7 ഇവിടെ 8ലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ 5 എന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. 5 7 പോയി, 7 8 പോയി. സോ 5 8ലേക്കാണ് മാപ്പ് ചെയ്യുന്നത്. ഇനി ഇവിടെയും 6 ഇല്ല, ഇവിടെയും 6 ഇല്ല, ഇവിടെയും 6 ഇല്ല. സോ 6 6ലേക്ക് തന്നെയാണ്. ഇനി ഇവിടുത്തെ 7 2ലേക്കാണ്. ഇനി 2 ഇവിടെ വേറെ ഈ രണ്ടാമത് മിഡിൽ വണ്ണിലും ഇല്ല, ലെഫ്റ്റ് സൈഡിലേക്കും ഇല്ല. അപ്പോൾ 7 2ലേക്കാണ് മാപ്പ് ചെയ്യുന്നത്. ഇനി ഇവിടെ 8 വരുന്നില്ല, ഇവിടെ 8 7ലേക്കാണ് മാപ്പ് ചെയ്യുന്നത്. ഇനി ഇവിടെയും 7 ഇല്ല. സോ 8 മാപ്പ് ചെയ്യുന്നത് 7ലേക്ക്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ സൈക്കിൾ റെപ്രസെൻറ്റേഷൻ തന്നെ പെർമ്യൂട്ടേഷൻ കണ്ടുപിടിക്കാൻ പറ്റും. കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ രണ്ടാമത്തത് നമ്മൾക്കൊന്ന് നോക്കാം. പെർമ്യൂട്ടേഷനാക്കി എഴുതുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, പക്ഷേ അതാണ് നിങ്ങൾക്ക് ആൻസർ തെറ്റാതിരിക്കുന്നുണ്ടെങ്കിൽ ആ മെത്തേഡാണ് യൂസ് ചെയ്യാൻ നല്ലത്. അതല്ലാതെ ഇനിയിപ്പോൾ താഴത്തത് കൂടെ തൊട്ട് മുന്നേ ചെയ്ത രീതിയിൽ ഒന്നുകൂടെ കാണിച്ചു തരാണ്. സൈക്കിൾ നൊട്ടേഷൻ എന്നാൽ പെർമ്യൂട്ടേഷനിലേക്ക് മാറ്റുന്നത്. ഇവിടെ 1 ഇല്ല, ഇതിലൊന്നില്ല, ഇവിടെ 1 3ലേക്കാണ്. സോ 1 മാപ്പ് ടു 3. അപ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം റൈറ്റ് സൈഡിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അവിടെ റൈറ്റ് സൈഡിൽ നിന്ന് 1 ഇല്ല, അപ്പോൾ തൊട്ടിപ്പുറത്തേക്ക് പോയി. ലെഫ്റ്റ് സൈഡ് 1 3ലേക്കാണ്. ഇനി നോക്കുക ഇവിടെ 2 ഇല്ല, ഇവിടെ 2 വരുന്നില്ല. അപ്പോൾ ഇവിടുത്തെ 2 7ലേക്കാണ്. സോ 2 7ലേക്കാണ് മാപ്പ് ചെയ്യുന്നത്. ഇനി ഇവിടെ 3 ഇല്ല, ഇവിടെ 3 ഉണ്ട്, 3 2ലേക്കാണ്. ഇനി ഇവിടുത്തെ 4 8ലേക്ക് പോകുന്നുണ്ട്. ഇനി ലെഫ്റ്റ് സൈഡിൽ ഇനി 8 ഇല്ല, അപ്പം 4 8ലേക്ക് തന്നെ. ഇനി 5 2ലും ഇല്ല, അപ്പോൾ 5 5ലേക്ക് തന്നെയാണ് മാപ്പ് ചെയ്യുന്നത്. ഇനി ഇവിടെ 6 4ലേക്ക് പോകുന്നുണ്ട്. ഇനി ഇപ്പുറത്തെ സൈഡിൽ 4 ഇല്ല, ലെഫ്റ്റ് സൈഡിൽ 4 ഇല്ല, അപ്പോൾ 6 4ലേക്ക് തന്നെയാണ്. ഇനി ഇവിടെ 7 ഇല്ല, ഫസ്റ്റ് വണ്ണിൽ 7 ഇല്ലു, 7 മാപ്പ് ചെയ്യുന്നത് 1ലേക്കാണ്. സോ 7 മാപ്പ് ടു 1. ഇനി നോക്കുക 6 മാപ്പ് ചെയ്യുന്നത് 8 മാപ്പ് ചെയ്യുന്നത്, ബാലൻസ് നമ്പർ 8 മാപ്പ് ചെയ്യുന്നത് 6ലേക്കാണ്. ഇവിടെ 6 ഇല്ല, സോ 8 മാപ്പ് ചെയ്യുന്നത് 6ലേക്ക്. അപ്പോൾ ഈ രീതിയിലാണ് പെർമ്യൂട്ടേഷൻ വരുന്നത്. ഇനി ലാസ്റ്റ് വണ്ണ് കൂടെ നോക്കാം. ഇവിടെ 1 ഉണ്ട്, 1 ഇവിടെ 5ലേക്കാണ്. ഇനി നോക്കുക ഇവിടെ 5 ഇല്ല, ഇവിടെ 5 ഇല്ല, ഇവിടെ 5 ഇല്ല. സോ 1 5ലേക്കാണ് മാപ്പ് ചെയ്യുന്നത്. ഇനി 2 നോക്കുക, 2 ഇവിടെ 8ലേക്കുണ്ട്, ഇവിടെ 8 ഇല്ല, ഇവിടെ 8 4ലേക്ക് പോകുന്നുണ്ട്. ഇനി ഇപ്പുറം 4 ഇല്ല, അപ്പോൾ 2 മാപ്പ് ചെയ്യുന്നത് 4ലേക്ക്. ഇനി ഇവിടെ 3 ഇല്ല, 4 സെറ്റിലും 3 ഇല്ല, അപ്പോൾ 3 3ലേക്ക് തന്നെയാണ്. ഇനി ഇവിടെ 4 വരുന്നില്ല, ഇവിടെയും 4 വരുന്നില്ല, ഇവിടെ 4 7ലേക്കാണ്. ഇനി ഫസ്റ്റ് വണ്ണിൽ 7 ഉണ്ടോ നോക്കുക, 7 ഇല്ല, അപ്പം 4 7ലേക്ക് തന്നെയാണ്. ഇനി നോക്കുക ഇവിടെ 8 മാപ്പ് ചെയ്യുന്നത് 1ലേക്കാണ്. ഇനി ഇവിടെ 1 മാപ്പ് ചെയ്യുന്നത് 2ലേക്കാണ്. ഇവിടെ 2 ഇല്ല, ഇനി 2 മാപ്പ് ചെയ്യുന്നത് 1ലേക്കാണ്. അപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് എവിടെ നിന്നാണ്? 5 എന്നല്ലേ? 5 ഇവിടെ ഒരു കൺഫ്യൂഷൻ വന്നതാണ്. അപ്പോൾ നമ്മൾ 5ാമത്തെ എലമെൻ്റാണ് ഇനി കാണേണ്ടത്. ഞാൻ അതിൻ്റെ ഇടയിൽ 8ൻ്റെ ആണ് കണ്ടത്. ഇനി 5ാമത്തെ എലമെൻ്റ് എന്ന് പറയുന്നത്
ഇവിടെ 5 ഇനി മാപ്പ് ചെയ്യേണ്ടത്. 5 7ലേക്കാണ് മാപ്പ് ചെയ്യുന്നത്. ഇവിടെ 7 ഇല്ല. ഇവിടെ 7 8ലേക്ക് പോകുന്നുണ്ട്. ഇനി ഇവിടെ 8 ഇല്ല. സോ 5 8ലേക്കാണ് മാപ്പ് ചെയ്യുന്നത്. ഇനി ഇവിടെ 6 ഇല്ല. ഇവിടെ 6 ഇല്ല. ഇവിടെ 6 ഇല്ല. ഇവിടെ 6 ഇല്ല. സോ 6 6ലേക്ക് തന്നെ. ഇനി 7 ഇവിടെ 2ലേക്ക് പോകുന്നുണ്ട്. ഇനി ഇപ്പുറത്ത് 2 ഉണ്ട്. ആ 2 1ലേക്കാണ് പോകുന്നത്. ഇനി ഫസ്റ്റ് ഭാഗത്താണ് 1 ഉള്ളത്. ആ 1 2ലേക്ക്. അപ്പോൾ നമ്മൾ 7 നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. 7 2ൽ പോയി, 2 1ൽ പോയി, 1 വീണ്ടും 2ൽ വന്നു. സോ 7 2ലേക്കാണ് മാപ്പ് ചെയ്യുന്നത്. ഇനി 8 ലാസ്റ്റ് പോകുന്നത് 1ലേക്കാണ്. ഇവിടെ 1 2ലേക്കാണ് പോകുന്നത്. ഇവിടെ 2 1ലേക്ക്. അപ്പോൾ 8 1ലേക്കാണ് മാപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ എന്ത് കാണുന്നത്, പെർമ്യൂട്ടേഷൻ കണ്ടുപിടിക്കുന്നത്. സൈക്ലിക് റെപ്രസെൻറ്റേഷൻ, സൈക്കിൾ റെപ്രസെൻറ്റേഷൻ തന്നാൽ അതിൻ്റെ പെർമ്യൂട്ടേഷൻ കണ്ടുപിടിക്കുന്നത് ഒന്നുകിൽ ഈ മെത്തേഡ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഇതിൽ ഓരോ സൈക്കിളിനെയും 1 മുതൽ 8 വരെയുള്ള പെർമ്യൂട്ടേഷനാക്കി എഴുതി കോമ്പോസിഷൻ കണ്ടുപിടിക്കണം. അപ്പോൾ അതിനെക്കാട്ടിയും നല്ലത് ഈ ഒരു മെത്തേഡാണ്. കുറച്ചൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്, സൈക്കിൾ റെപ്രസെൻറ്റേഷൻ പെർമ്യൂട്ടേഷനിലേക്കും പെർമ്യൂട്ടേഷൻ സൈക്കിൾ റെപ്രസെൻറ്റേഷനിലേക്കും കാണുന്നത്.